ശ്രീ വി ജോയ്, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഈ പ്രതിപക്ഷത്തിന് എന്തു പറ്റിയെന്നാണ് സാർ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. സാർ, സ്ഥിരം പണി വാങ്ങിക്കുന്ന ഒരു രീതി ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർ തുടരുകയാണ്. സാർ, കണ്ട കണ്ണിൽ കോലുകൊണ്ട് കുത്തുന്നു എന്നൊരു പ്രയോഗമുണ്ട്. സാർ, ഇവിടെ യഥാർത്ഥത്തിൽ അതല്ലേ സാർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാട്ടിലെ വിലക്കയറ്റം, ഇപ്പോൾ രാജ്യത്താകമാനം ലോകത്താകമാനം വിലക്കയറ്റമുണ്ട്. ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ് ആവനാഴിയിലെ അവസാനത്തെ അമ്പും അസ്ത്രവും ഉപയോഗപ്പെടുത്തി അത് കുറച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് സാർ ഇങ്ങനെ പറയുന്നത്? സാർ, കോൺക്ലേവ് നടത്തുകയല്ല, അത് താഴേക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സാർ, മാവേലി സ്റ്റോറിന് പകരം വാമന സ്റ്റോർ കൊണ്ടുവന്ന ചരിത്രമല്ലേ നിങ്ങൾക്കുള്ളത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. നിങ്ങൾ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്ന കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇൻഡെക്സ് കണക്കാക്കുമ്പോൾ കേരളം ഒരല്പം മുന്നിലാണ്, അല്ലെങ്കിൽ കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് ഇന്ന് നിലനിൽക്കുന്ന ഉയർന്ന കൂലി നിരക്കാണ്. RBIയുടെ കണക്ക് പ്രകാരം കർഷക മേഖലയിലെ കൂലി 807 രൂപയാണ്. അതൊന്നും അല്ല, അതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ എങ്കിലും RBI പറയുന്നത് അതാണ്. രാജ്യത്തിൻ്റെ ദേശീയ ശരാശരി എത്രയാണ് സാർ? ദേശീയ ശരാശരി 372 രൂപയാണ് സാർ. ഇവിടെ നിർമ്മാണ മേഖലയിലെ കൂലി 900 പറയുന്നത്. ഇവിടെ 1400-ഉം 1500-ഉം രൂപയാണ് സാർ. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 417 രൂപയാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? വായി വരുന്നത് കോതയ്ക്ക് പാട്ട്. എന്തും ഒരു ആശയ ദാരിദ്ര്യം വരുമ്പോൾ അല്ലെങ്കിൽ വിഷയ ദാരിദ്ര്യം വരുമ്പോൾ അത് അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിക്കുക, എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു പോവുക. അതിന് ഇപ്പുറത്ത് ഭരണപക്ഷം തയ്യാറല്ല എന്നുള്ളത് ആവർത്തിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കേന്ദ്ര നയങ്ങളെ സംബന്ധിച്ച് ഒരു വാക്ക് പ്രമേയ അവതാരകൻ പറഞ്ഞോ? എന്തായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം? ഈ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് രാജ്യത്ത് ഭരണം നടത്തുന്ന BJP ഗവൺമെൻറ് കുത്തകകളെ, കോർപ്പറേറ്റുകളെ, വൻകിട മുതലാളിമാരെ സഹായിക്കുന്ന സമീപനം രാജ്യത്ത് സ്വീകരിക്കുകയല്ലേ? രാജ്യത്തെ കർഷകരുടെ അവരുടെ ഉൽപ്പന്നങ്ങൾ നേരത്തെ തന്നെ വിലയ്ക്ക് വാങ്ങിച്ച് ഗോഡൌണിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് അവൻ വില നിശ്ചയിച്ച് രാജ്യത്ത് വിതരണം ചെയ്യുന്ന സമ്പ്രദായമല്ലേ നിലനിൽക്കുന്നത്? കാർഷിക നിയമങ്ങളിൽ അവർ മാറ്റം വരുത്തിയില്ലേ? ഒരു വാക്ക് വിഷയാവതാരകൻ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സമീപനത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചോ? നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ എങ്ങനെ മോശപ്പെടുത്താമെന്ന് റിസർച്ച് നടത്തുന്നവരാണ് നിങ്ങളെന്നുള്ളത് നമ്മൾ നോക്കണം. LDF ഗവൺമെൻറ് ഒന്നും ചെയ്തില്ലേ? ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് എത്ര മടങ്ങാണ് LDF ഗവൺമെൻറ് ഈ നാട്ടിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചത്? ഇവിടെ നിന്ന് നോക്കൂ, വിപണി ഇടപെടൽ. UDFൻ്റെ കാലത്ത് 773 കോടി രൂപ വിപണി ഇടപെടലിൻ്റെ ഭാഗമായി നിങ്ങൾ ചെലവഴിച്ചപ്പോൾ ഒന്നാം പിണറായി ഗവൺമെൻറ് മാത്രം 4299 കോടി രൂപയാണ് വിപണി ഇടപെടലിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത്. രണ്ടാം പിണറായി ഗവൺമെൻറ് ഇതുവരെ 3502 കോടി രൂപ ചെലവഴിച്ചു. ഈ വർഷം ബഡ്ജറ്റിൽ 325 കോടി രൂപ വെച്ചു. ഇതുവരെ 274 കോടി രൂപ വിപണി ഇടപെടലിന് വേണ്ടി നൽകിയതാണ് ഈ ഗവൺമെൻറ്. നെല്ല് സംഭരണം അതുപോലെയാണ്, മറ്റു സാഹചര്യങ്ങൾ ഇതുപോലെയാണ്. ഇത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നന്നായിട്ട് സന്തോഷിച്ചിരുന്നു. ഓണം വരികയല്ലേ, കാണാം. ചില മാധ്യമങ്ങളും അച്ചെല്ലാം നിരത്തി വെച്ചിരുന്നു. പക്ഷേ ഓണം ഹാപ്പിയായി. ഓണം എങ്ങനെ ഹാപ്പിയായി എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ 2 ഗഡു പെൻഷൻ 62 ലക്ഷം പേർക്ക് ഈ ഗവൺമെൻറ് ഓണത്തിന് 10 ദിവസം മുമ്പ് നൽകി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഓണസമ്മാനം 200 രൂപ വർദ്ധിപ്പിച്ച് 1200 രൂപയാക്കി ആളുകൾക്ക് നൽകി. പൂട്ടിക്കിടന്ന 425 കശുവണ്ടി ഫാക്ടറികളിലെ 14,000-ഓളം വരുന്ന തൊഴിലാളികൾക്ക് 250 രൂപ ഓണക്കാല ആശ്വാസം വർദ്ധിപ്പിച്ച് 2250 രൂപ വീതം ഈ ഗവൺമെൻറ് നൽകി. പൂട്ടിക്കിടന്ന തോട്ടം മേഖലയിലെ തൊഴിലാളികളെ സഹായിച്ചു. 12,500 ഖാദി തൊഴിലാളികൾക്ക് ഉത്സവ ബത്തയും ബോണസും നൽകി. 3,79,000-ലധികം വരുന്ന പരമ്പരാഗത തൊഴിലാളികൾക്ക് ഓണസഹായമായി 50 കോടി രൂപ പ്രത്യേകമായി നൽകി. നിങ്ങൾ നോക്കൂ, ഭാഗ്യക്കുറി വകുപ്പ്, മറ്റ് ഇതര വിഭാഗങ്ങൾ, ആളുകളുടെ കയ്യിൽ പണം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തി. നിങ്ങൾ നോക്കൂ, കേരള കൗമുദി ഒരു വാർത്ത കൊടുത്തു.
സാധന വില താഴുന്നു, സർക്കാർ ഇടപെടൽ ഭംഗിയായി. ഇവിടെ എണ്ണയുടെ വില പറഞ്ഞല്ലോ, എണ്ണ 373 രൂപയ്ക്കാണ് ഓണത്തിന് കൊടുത്തത് എന്നുള്ളത് അവതാരകൻ മറന്നുപോയി. കേരളകൗമുദി ഒരു മുഖപ്രസംഗം എഴുതി, ഓണം സമൃദ്ധമായി എന്നാണ്. എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ഫെസ്റ്റിവൽ അലവൻസും ഓണം അഡ്വാൻസും മറ്റ് ക്ഷേമ പെൻഷനുകളും എല്ലാം കൃത്യസമയത്ത് വിതരണം ചെയ്തത് മികവായി. തൊഴിൽ മേഖലകളിലും യാതൊരു തർക്കവും ഉണ്ടായില്ല. ബോണസിന്റെ പേരിൽ ഉയരാറുള്ള പ്രതിഷേധവും ഇല്ലായിരുന്നു. ധനമാനേജ്മെന്റ് KN ബാലഗോപാൽ തുടർന്നു വരുന്ന ബാലൻസിങ് ഓണത്തെ കളർഫുള്ളാക്കി എന്നും കൂടി കേരളകൗമുദി എഴുതുകയാണ്. നിശ്ചയമായി നിങ്ങൾ നോക്കൂ, എല്ലാ മാധ്യമങ്ങളും കോലും കൊണ്ട് ഓണത്തിന് ചാലക്കമ്പോളത്തിലും പാളയം മാർക്കറ്റിലും ചെന്നു ആളുകളോട് ചോദിച്ചു, എങ്ങനെയാണ് ഓണം എന്ന് ചോദിച്ചു. അപ്പോ കൃത്യമായിട്ടുള്ള മറുപടി ജനം പറഞ്ഞു, ഓണം ഹാപ്പിയാണ്, ഓണം അടിപൊളിയാണ് എന്ന് പറഞ്ഞു. അത് ശരിയായിരുന്നു, ഓണം കളർഫുള്ളായിരുന്നു. എന്നിട്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇവിടെ വന്ന് ഇതൊന്നും ആരും കേട്ടാൽ പുച്ഛിച്ച് തള്ളും. അവതാരകനെ തന്നെ കുണ്ടറയിൽ ഇറങ്ങിച്ചെന്നാൽ ആളുകൾ ചോദിക്കും, ഇത് ശരിയല്ലല്ലോ, ഞങ്ങളുടെ കയ്യിൽ പണമുണ്ടായിരുന്നു, ഞങ്ങൾ സാധനങ്ങൾ കൊലവച്ച് വാങ്ങിച്ചല്ലോ, ഞങ്ങൾ പട്ടിണിയല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. പക്ഷെ അത് ശരിയല്ല എന്നുള്ളത് ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു സാഹചര്യം വരുന്നു. അതെ, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇതിന് കൂടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പോലീസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു. ശിവഗിരിയുടെ കാര്യവും അതോടൊപ്പം മുത്തങ്ങയിലെ വെടിവയ്പും അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചു പോയി. ഇന്നലെ ബഹുമാനായിട്ടുള്ള AK ആന്റണി ഒരു പത്രസമ്മേളനം വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിഷമം, പ്രയാസം ഒക്കെ ഒരുപക്ഷെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി കാണും. അതെന്തായിരുന്നാലും അത് അപ്പോ അത് ബോധ്യപ്പെടുത്തി കാണും. പക്ഷേ യഥാർത്ഥത്തിലെ വസ്തുത എന്താണ്? യഥാർത്ഥത്തില് ശിവഗിരിയിൽ നടന്ന നരനായാട്ട് ആരാണ് മറുപടി പറയേണ്ടത്? ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ശിവഗിരിക്ക് മുകളിൽ തീമേഘങ്ങൾ എന്ന പുസ്തകം MS മണി എഴുതി. ആ MS മണി എഴുതിയ പുസ്തകത്തിന്റെ സമർപ്പണം ഇങ്ങനെയാണ്: നേതൃത്വമില്ലാത്ത സമുദായമാണ് എന്ന് മുഖ്യമന്ത്രി ശ്രീ AK ആന്റണി വിശേഷിപ്പിച്ച സമുദായത്തിന് സമർപ്പിക്കുന്നു എന്നാണ് അതിൽ എഴുതിയത്. മറ്റൊന്ന്, ശിവഗിരി ചവിട്ടിപ്പൊളിച്ചവർക്കും പൊളിപ്പിച്ചവർക്കും ന്യായീകരിച്ചവർക്കും ഒരിക്കലും മാപ്പില്ല എന്നും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ഇന്നലെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ശ്രീ ആന്റണി പറഞ്ഞല്ലോ, റിപ്പോർട്ട് ഹൈക്കോടതി ജഡ്ജിയെ വെച്ച് അന്വേഷിച്ച റിപ്പോർട്ട് പരിശോധിച്ചാൽ അറിയാമെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് ആ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം കൂടി ഞാൻ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. 1995 ഉണ്ടായ ശിവഗിരിയിലെ തർക്കം പരിഹരിക്കുന്നതിനുള്ള ഉപസമിതിയുടെ രൂപീകരണത്തിന് പ്രായോഗികതയില്ല, മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന നിഗമനത്തിലെ കമ്മീഷൻ എത്താനാകൂ. ഉപസമിതിയുടെ രൂപീകരണം ഒരു അനുഗ്രഹമായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് സൂചിപ്പിക്കുന്ന ഘടകമുണ്ട്. ഇത് നിയമസഭാ രേഖകളിലുണ്ട്, നിയമസഭയുടെ സൈറ്റിലുണ്ട്, കൃത്യമായിട്ട് ശ്രീ M. വിൻസെന്റ് അങ്ങേക്ക് സംസാരിക്കാം. സർ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചർച്ച അടിയന്തര പ്രമേയത്തെക്കുറിച്ച് ചർച്ച നടക്കുകയാണ്. 2 ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയേണ്ടി വരും. AK ആന്റണി ചില ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ നിയമസഭ അംഗീകരിച്ച, ക്യാബിനറ്റ് അംഗീകരിച്ച ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ ആ ചർച്ചയിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് കൂടി വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു പകരം ഭാഗികമായി 2 വാക്കുകൾ പറഞ്ഞ് വീണ്ടും AK ആന്റണിയെ കുത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സഭാരേഖകളിൽ നിന്ന് ശ്രീ M. വിൻസെന്റ് അങ്ങേക്ക് 7 മിനിറ്റ്. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ ഉന്നയിച്ച കാര്യത്തെക്കുറിച്ചാണ് ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞത്. അതൊരു കുറ്റബോധത്തിന് പറഞ്ഞതായിരിക്കും. ശ്രീ AK ആന്റണി പറഞ്ഞല്ലോ, എന്നെ പ്രതിരോധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ദീർഘകാലത്തെ മൗനം വെടിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ? അതേപോലെ തന്നെ സാർ, സാധാരണ അടിയന്തര പ്രമേയങ്ങൾ വരുമ്പോൾ ഭരണപക്ഷത്തിന് പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് വന്നത്.
ഇന്നലെ ശ്രീ എ കെ ആന്റണി തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്നു, പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്തായിരിക്കും എന്നത് കൂടി വ്യക്തമാണെന്നത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ശ്രീ എം വിൻസൻ ഒന്ന് ഡിജിറ്റൽ ക്ലോക്ക് ശരിയാക്കണേ. യെസ്, 0 ആക്കണേ, 7 ആക്കണേ. യെസ് 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 ഒരു മിനിറ്റ്. യെസ്, പ്രതിപക്ഷ നേതാവ്. സർ, ഇത് നമ്മളൊരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് 2 മണിക്കൂർ ചർച്ച നടത്തുകയാണ്. വളരെ ഗൗരവതരമായ വിഷയമാണ് എന്ന് ഗവൺമെൻറ് സൈഡിൽ കൂടി ബോധ്യപ്പെട്ടിട്ടല്ലേ ഈ വിഷയം 3 ബില്ലുള്ള ദിവസം 2 മണിക്കൂർ ചർച്ച ചെയ്യുന്നത്. സർ, അതിന് ദർ ഈസ് ആൻ ഇംപ്രോപ്പറേറ്റ്. ഈ വിഷയമല്ലാത്ത വേറെ കാര്യങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ റൂൾസിലുള്ളതാണ് ഞാൻ പറയുന്നത്. അനുവദിക്കരുത് അങ്ങ്. ആ റൂൾ അത് ശരിയല്ല. അത് പേർക്ക് ശബ്ദം കൂടുതലുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, റൂൾസ് ഓഫ് പ്രൊസീജിയറിലുള്ള ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. സമയം വളരെ പ്രധാനപ്പെട്ടാണ്. ആ സമയത്ത് പ്രോപ്പറാണ്, ശരിക്കും റൂൾസിനെതിരായിട്ടാണ് ഈ വേറെ വിഷയങ്ങൾ സംസാരിക്കുന്നത്. അങ്ങ് ദയവ് ചെയ്ത് നമ്മളെല്ലാം ഇരിക്കല്ലേ 3 ബില്ല് പാസ്സാക്കാൻ. ഞങ്ങൾ അങ്ങ് കണ്ടല്ലേ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഒപ്പോസ് ചെയ്തോ? പണ്ട് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ 2ാമത്തെ ബില്ല് വന്ന് 3ാമത്തെ ബില്ലാണെങ്കിൽ പറ്റില്ല എന്ന് പറയും. ഞങ്ങൾ എല്ലാത്തിനോട് സഹകരിക്കുക. അങ്ങ് മുഖ്യമന്ത്രിയോട് ചോദിക്കുക. അങ്ങ് ഉണ്ടായിരുന്നല്ലേ BSc-യിൽ. ഞങ്ങൾ ഇതിനോടൊക്കെ സഹകരിക്കുന്നു. പക്ഷേ എല്ലാ പരിധിയും വിട്ട് ഇത് വേറെ തരത്തിലേക്ക് ചർച്ച പോയാൽ പിന്നെ ഞങ്ങൾ ഇതിനോട് സഹകരിക്കില്ല. ഞാൻ അങ്ങയോട് പറയാം.